നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൻ്റെ പ്ലേ ഓഫും കഴിഞ്ഞു. എല്ലാ ടീമുകളും യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. എല്ലാ ഗ്രൂപ്പുകളും സെറ്റായി. ഇനി പറ, ഇത്തവണ വേൾഡ് കപ്പിൽ കൂടുതൽ കിരീട സാധ്യതയാർക്കാണ്? നമ്മൾ ആ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോ ഗ്രൂപ്പുകളും എടുത്തു നോക്കാം. ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, ചെക്ക് റിപ്പബ്ലിക് എന്നീ ടീമുകളാണ്. ഗ്രൂപ്പ് ബിയിൽ കാനഡ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഖത്തർ, സ്വിറ്റ്സർലൻഡ് ടീമുകളാണ്. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ, മൊറോക്കോ, ഹെയ്ത്തി, സ്കോട്ട്ലൻഡ് ടീമുകളാണ്. ഗ്രൂപ്പ് ഡിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പരാഗ്വയ്, ഓസ്ട്രേലിയ, ടർക്കി ടീമുകളാണ്. ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി, കുറസാവോ, ഐവറി കോസ്റ്റ്, ഇക്വഡോർ ടീമുകളും. ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ ടീമുകളുമുണ്ട്. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലാൻഡ് ടീമുകളാണെങ്കിൽ ഗ്രൂപ്പ് എച്ചിൽ സ്പെയിൻ, കേപ്പ് വെർഡെ, സൗദി അറേബ്യ, ഉറുഗ്വായ് ടീമുകളാണ്. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ ടീമുകൾ. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർഡൻ ടീമുകൾ. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ, DR കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ ടീമുകൾ. ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന, പനാമ ടീമുകൾ. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പുകൾ. ഇനി ഈ 48 ടീമുകളിൽ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? നമ്മൾ ദി അത്ലറ്റിക്കിൻ്റെ പവർ റാങ്കിങ് ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ പവർ റാങ്കിങ് എപ്പോഴും നിങ്ങൾക്കറിയാലോ, ഏറ്റവും അവസാന സ്ഥാനം വരുന്ന ടീം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യതയുള്ള ടീം എന്നർത്ഥം. അപ്പോൾ നമ്മൾ അവിടെ മുതലാണ് ആരംഭിക്കുന്നത്. 48ാമത് പവർ റാങ്കിങ്ങിൽ 48ാമത് എന്ന് പറഞ്ഞാൽ അവർക്കാണ് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത. ഫിഫ റാങ്കിങ്ങിൽ 83ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം ഹെയ്ത്തി ഇതാ 1974 ശേഷം ആദ്യമായിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുകയാണ്. കോൺകകാഫ് നേഷൻ ഒരു പരിധിവരെ 3 ടീമുകൾ ഹോസ്റ്റുമാരായിട്ട് വേൾഡ് കപ്പിന് എത്തിയതുകൊണ്ട് പിന്നെ ആ മേഖലയിൽ വലിയ തട്ടും തടവും ഇല്ലാതെ കയറി വന്നതാണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിനപ്പുറത്തേക്ക് ഈ ടീം പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 47ാമത് കുറസാവോയുടെ ഫിഫ റാങ്കിങ് 82ആണ്. കുറസാവോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൺട്രി സ്റ്റാറ്റസ് അവർക്ക് ലഭിക്കുന്നത് തന്നെ 15 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു പക്ഷേ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യം, സ്മോളസ്റ്റ് നേഷൻ എവർ ടു ക്വാളിഫൈ ഫോർ ദി വേൾഡ് കപ്പ്. അങ്ങനെ ജമൈക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ ഡേ ഡിസൈഡറിൽ വിജയിച്ചുകൊണ്ടാണ് അവർ വേൾഡ് കപ്പിന് എത്തുന്നത്. അവർക്കും ഗ്രൂപ്പിനപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നില്ല. 47ാം സ്ഥാനം. 46ാമത് ഇറാഖ്, ഫിഫ റാങ്കിൽ 57ആണ്. അങ്ങനെ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിച്ച് ജയിച്ചാണ് അവർ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നു. 40 വർഷക്കാലത്തിന് ശേഷം അവരെത്തുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. വലിയ പ്രതീക്ഷ വെക്കേണ്ടതില്ല. ഉസ്ബെക്കിസ്ഥാൻ, മറ്റൊരു ഏഷ്യൻ കൺട്രി, ഫിഫ റാങ്കിങ് 50ആണ്. സോ വേൾഡ് കപ്പ് ഡെബ്യൂ, ഒരു ഫുട്ബോൾ മാഡ് നേഷൻ എന്ന് പറയാവുന്ന ഉസ്ബെക്കിസ്ഥാന് ഒടുവിൽ വേൾഡ് കപ്പ് ഡെബ്യൂ സംഭവിക്കുന്നു. എന്തായാലും അവർക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കേപ്പ് വെർഡെ ഐലൻഡ് 44ാമത്, ഫിഫ റാങ്കിങ് 69ആണ്. നോക്കുക, കേപ്പ് വെർഡെ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു. ഒരു ചെറിയ ഐലൻഡ് നേഷനായിട്ടുള്ള കേപ്പ് വെർഡെ ഇതാ വേൾഡ് കപ്പിന് എത്തുന്നു എന്നുള്ളത് തന്നെ അവർക്ക് വലിയ നേട്ടമല്ലേ. സോ ഒരുപാടൊന്നും മുന്നോട്ട് പോകുമെന്ന് കരുതുന്നില്ല. DR കോങ്കോ 43ാം സ്ഥാനത്ത്, ഫിഫ റാങ്കിങ് 46ആണ്. അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ വേൾഡ് കപ്പ് യോഗ്യതയാണ്. ഏതായാലും അവരെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കുന്നില്ല. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ആർക്കാ പണി കൊടുത്തത്? ഇറ്റലിക്ക് പണി കൊടുത്തുകൊണ്ട് വേൾഡ് കപ്പിലേക്ക് എത്തുന്നു. എഡിൻ സെക്കോയെ പോലുള്ള സുപ്രധാനങ്ങൾ അവരുടെ ടീമിലുണ്ട്. എന്തായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക് കണ്ടറിയണം. ഫിഫ റാങ്കിങ്ങിൽ 65ആണ്. 42ാമത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ വരുന്നു. 41ാമത് ജോർദാൻ, ഫിഫ റാങ്കിങ്ങിൽ 63ആണ്. ജോർദാൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നു. ഏതായാലും വലിയൊരു നേട്ടമൊന്നും വേൾഡ് കപ്പിൽ അവരുണ്ടാക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. 40ാമത് ന്യൂസിലാൻഡ്, ഫിഫ റാങ്കിങ്ങിൽ 85ാമതുള്ള ടീമാണ്. ഓഷ്യാനിയയിൽ നിന്ന് അവർ വരുന്നു. ഒരുപക്ഷെ വേൾഡ് കപ്പ് ഇത്ര എക്സ്പാൻഡ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു ബെനിഫിഷ്യറീസ് എന്ന് പറയാവുന്ന ടീമാണ് അവർ. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2010 ശേഷം അവർ വേൾഡ് കപ്പിന് വീണ്ടും വരുന്നു. എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. വലിയൊരു മുന്നോട്ട് പോക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ചെക്ക് റിപ്പബ്ലിക് 39ാം സ്ഥാനത്ത്, ചെക്ക് റിപ്പബ്ലിക് വരുന്നു. എന്തായാലും അവർ വീണ്ടും വേൾഡ് കപ്പിന് വരികയാണ്. 1990 ശേഷം അവർ മുന്നോട്ടേക്ക് വരുന്നു.
39 അവരുടെ പവർ റാങ്കിങ്. ഫിഫ റാങ്കിങ് 41. 38 ഖത്തർ വരുന്നു. ഏഷ്യൻ രാജ്യമായിട്ടുള്ള ഖത്തർ. ഫിഫ റാങ്കിങ് 55. കഴിഞ്ഞ തവണത്തെ ആതിഥേയരാണ്. മോശമല്ലാത്ത ഒരു ടീമുണ്ട്. എന്നാലും വേൾഡ് കപ്പിൽ ഒരു മുന്നോട്ട് പോക്കൊന്നും അധികമാരും അവരെക്കുറിച്ച് കാണുന്നില്ല. 37 സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിങ്ങിൻ്റെ 37 സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയാണ്. ഫിഫ റാങ്കിങ് 60. പവർ റാങ്കിൽ 36 ആഫ്രിക്കൻ നേഷൻ, പലവട്ടം നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടിട്ടുള്ള ടീമായിട്ടുള്ള ടുണീഷ്യയാണ്. ഫിഫ റാങ്കിങ് 44 വരുന്നു. 35 സ്കോട്ട്ലൻഡ്. ഫിഫ റാങ്കിങ് 43. ഏതായാലും സ്കോട്ട്ലൻഡും വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. ഒരുപാട് ദൂരം പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 34 പനാമ. ഫിഫ റാങ്കിങ്ങിൽ അവർ 33. മറ്റൊരു കോൺകാഫ് പവർ ഹൗസ് കൂടി, പവർ ഹൗസ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, മറ്റൊരു കോൺകാഫ് ടീം കൂടി വേൾഡ് കപ്പിൽ എന്ന് പറയാം. കാരണം കോൺകാഫിലെ പവർ ഹൗസുകൾ US-ഉം കാനഡയും മെക്സിക്കോയുമാണ്. അവർ ഓൾറെഡി ആദ്യതരം നിലയ്ക്ക് വേൾഡ് കപ്പ് യോഗ്യത നേടിയതുകൊണ്ട് മറ്റു വഴികളിലൂടെ പനാമയെ പോലുള്ളവർ മുന്നോട്ടേക്ക് വരുന്നു. 33 സ്വീഡൻ. യെസ്, പണി കൊടുത്തത് ആർക്കാ? പോളണ്ടിനാണ്. വിക്ടർ ഗ്യോക്കറസിൻ്റെ ഗോള്, അവസാന നിമിഷത്തിൽ വന്ന ഗോള് ലെവൻഡോസ്കിയെ പോലൊരു ലെജൻഡിനെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കി. പക്ഷേ സ്വീഡൻ വീണ്ടും വേൾഡ് കപ്പിൽ എത്തുമ്പോൾ അവരുടെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഫിഫ റാങ്കിൽ 38. നമ്മുടെ പവർ റാങ്കിൽ അവർ 33. 32 സൗദി അറേബ്യ. ഫിഫ റാങ്കിങ് 61. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സൗദി ഇപ്പോൾ അവരുടെ ഫുട്ബോൾ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അവരുടെ ലീഗൊക്കെ ആ രൂപത്തിൽ അവർ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2034 വേൾഡ് കപ്പിന് അവർക്ക് ആതിഥേയത്വം വഹിക്കാൻ അവസരം ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമിനെ നല്ല രൂപത്തിൽ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അവർ. എങ്കിലും ഒരുപാട് മുന്നേറുമെന്ന് കരുതുന്നില്ല. 31 പരാഗ്വേ. ഫിഫ റാങ്കിങ് 40. സോ നമുക്കറിയാം 2010 അവർ പരാഗ്വേ ജപ്പാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്കൊക്കെ കടന്നിരുന്നു. ഏതായാലും അവരിതാ വീണ്ടും ഒരു വേൾഡ് കപ്പിലേക്ക് എത്തുകയാണ്. എന്ത് തരത്തിലുള്ള പ്രകടനം നടത്തും കാത്തിരുന്ന് കാണണം. 30 കാനഡ. ഫിഫ റാങ്കിങ് 30. നമ്മുടെ പവർ റാങ്കിങ്ങിലും 30. ആതിഥേയരാണ്. അൽഫോൻസോ ഡേവിസ് ആണ് അവരുടെ പ്രധാനപ്പെട്ട താരം. നമുക്കറിയാമത് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വലക്കുന്നുണ്ട്. പിന്നെ മറ്റ് താരങ്ങളും അവർക്ക് ഇപ്പം ജൊനാഥൻ ഡേവിഡിനെ പോലുള്ളവരൊക്കെ വലിയ രൂപത്തിൽ മുതൽക്കൂട്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. 29 സ്ഥാനത്ത് ഓസ്ട്രിയ. ഫിഫ റാങ്കിങ്ങിൽ അവർ 24. 28 ഇറാൻ. ഫിഫ റാങ്കിങ്ങിൽ അവർ 21. പക്ഷേ ഇറാൻ വേൾഡ് കപ്പിന് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. സ്റ്റിൽ അൺനോൺ ആണ് അവരുടെ സിറ്റുവേഷൻ. 27 നമ്മുടെ പവർ റാങ്കിങ്ങിൽ അൾജീരിയ. ഫിഫ റാങ്കിങ്ങിൽ 28. സോ റിയാദ് മെഹ്റസ് ആണ് സ്റ്റിൽ അവരുടെ ലീഡർ. പക്ഷേ ഏത് തരത്തിലുള്ള പെർഫോമൻസ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. ദെൻ 26 സ്ഥാനത്ത് ഘാന. ഫിഫ റാങ്കിങ്ങിൽ അവർ 74. ഒരിക്കൽ കൂടി ആഫ്രിക്കൻ സൂപ്പർ താരങ്ങൾ എത്തുകയാണ്. മുഹമ്മദ് കുദുസും അതുപോലെ ആൻഡോയിൻ സെമന്യോയും ഒക്കെ അവർക്ക് വേൾഡ് കപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 25 സ്ഥാനത്ത് ഓസ്ട്രേലിയ. AFCയിൽ നിന്ന് യോഗ്യത നേടിയ ടീമാണ്. ഫിഫ റാങ്കിങ്ങിൽ 27. ഏതായാലും ഓസ്ട്രേലിയ എത്ര ദൂരം മുന്നോട്ട് കണ്ടറിയണം. തുർക്കിയെ 24 സ്ഥാനത്ത്. ഫിഫ റാങ്കിൽ 22. ഇതാ അവർ വീണ്ടും വേൾഡ് കപ്പിന് എത്തുകയാണ്. 2002 വേൾഡ് കപ്പിൽ അവർ സെമി ഫൈനൽ വരെ എത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 23 സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാലോ, നിലവിലെ ആതിഥേയർ എന്ന നിലയിലാണ് അവർ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത്. ഫിഫ റാങ്കിൽ 16 ടീമാണ്. പക്ഷേ സമീപകാലത്തെ ഫോം ഡിപ്പാണ്. അതെന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. പോച്ചറ്റിനോയാണ് അവരുടെ കോച്ച്. 22 സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിൽ 22 സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് വരുന്നു. ഫിഫ റാങ്കിങ്ങിൽ അവർ 19. 21 സ്ഥാനത്ത് ജപ്പാൻ. ഫിഫ റാങ്കിങ്ങിൽ 18. ഇപ്പോൾ ഇംഗ്ലണ്ടിനൊക്കെ അവർ പണി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. ഏഷ്യയുടെ വലിയ പ്രതീക്ഷയാണ് ജപ്പാൻ. ഇത്തവണ അവർ മുന്നോട്ടേക്ക് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. 20 സ്ഥാനത്ത് ആഫ്രിക്കൻ ആനകൾ എന്ന് വിളിക്കുന്ന ഐവറി കോസ്റ്റ് ആണ്. ഫിഫ റാങ്കിങ്ങിൽ 34 ടീമാണ്. ദിദിയർ ദ്രോഗ്ബയുടെയും യായ ടൂറയുടെയും ഒക്കെ അതേ ഐവറി കോസ്റ്റ് ഇത്തവണ പുത്തൻ താരോദയങ്ങളുടെ ബലത്തിൽ എത്ര ദൂരം മുന്നോട്ടേക്ക് കണ്ടറിയണം. 19 നോർവേ. ഫിഫ റാങ്കിൽ 31. എന്തുകൊണ്ട് നോർവേക്ക് ഇത്ര പ്രാധാന്യം എന്ന് വെച്ചാൽ ഏർലിംഗ് ഹാലൻഡ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാജിക്കിൽ അവർ മുന്നോട്ടേക്ക് പോകുമോ? 1998 ശേഷം ആദ്യമായിട്ട് അവർ വേൾഡ് കപ്പിലെത്തുകയാണ്. 18 മെക്സിക്കോ. ഫിഫ റാങ്കിങ് 15. ആതിഥേയർ എന്ന നിലയിലേക്ക് വേൾഡ് കപ്പിലെത്തുന്ന മറ്റൊരു ടീമാണ് മെക്സിക്കോ. നമുക്കറിയാം, മിക്ക വേൾഡ് കപ്പുകളിലും മെക്സിക്കോയുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. വമ്പന്മാർക്ക് പണിയും കൊടുക്കാറുണ്ട്. ഇത്തവണയും അവർ അതിനൊരുങ്ങി തന്നെ വരുന്നു, അതും സ്വന്തം നാട്ടിൽ. 17 ഇക്വഡോർ. ഫിഫ റാങ്ക് 23. ലാറ്റിൻ അമേരിക്കയിൽ വലിയ രൂപത്തിൽ അവരുടെ ടീമിന്
മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ടീമാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവരുടെ പ്രകടനം കണ്ടുകൊണ്ട് തന്നെ കമൻറ്റേറ്റേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു, നോക്കണം ഈ ടീം 4 വർഷം കൊണ്ട് എത്രത്തോളം ഡെവലപ്പ് ചെയ്യുമെന്ന്, കാരണം അത്രയും വലിയ പൊട്ടൻഷ്യൽ അവർക്കുണ്ട് എന്ന്. എന്നാലും ആ പൊട്ടൻഷ്യൽ ഇനി കളിക്കളത്തിൽ കാണിക്കേണ്ട സമയമാണ്. 16ാമത് സൗത്ത് കൊറിയ, ഫിഫ റാങ്കിങ് 25 മറ്റൊരു ഏഷ്യൻ വമ്പന്മാർ. വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷ, ഹ്യൂമൻ സണ്ണിൻ്റെ ഒക്കെ അവസാനത്തെ വേൾഡ് കപ്പാണ്. അദ്ദേഹം തന്നെയായിരിക്കും അവരുടെ പോസ്റ്റർ ബോയ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഹോങ് ഹി ചാൻ, ലീ കാങ് ഇൻ തുടങ്ങിയിട്ടുള്ള താരങ്ങൾ അവർക്കുണ്ട്. മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. 15ാമത് ഈജിപ്റ്റ്, ഫിഫ റാങ്കിങ്ങിൽ 29 ഇപ്പോൾ. അവർ സ്പെയിനിനെ സമനിലയിൽ കുരുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മോസല, അതുപോലെ ബർമോഷ് തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ അവർക്ക് കരുത്ത് പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 14ാമത് സെനഗലാണ്. ആഫ്കോണിൽ ചാമ്പ്യന്മാരായിട്ട് പിന്നെ 2 മാസത്തിന് ശേഷം ആ കിരീടം തിരികെ വാങ്ങിയ വല്ലാത്തൊരവസ്ഥ നമ്മൾ CAF കണ്ടു. പക്ഷേ ഇതാ സൂപ്പർ താരങ്ങളുണ്ട്. സാദിയോ മാനെ, നിക്കോളാസ് ജാക്സൺ, ഇലിമാൻ ആൻഡ്രിയെ, അതുപോലെ പാപ്പെ മത്താർ സാർ, ഇസ്മായിലെ സാർ, ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങളുണ്ട്. അവർക്ക് വേൾഡ് കപ്പിൽ മുന്നേറാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. 13ാമത് ബെൽജിയമാണ്. ഫിഫ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്താണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ സൂപ്പർ താര നിബിഡമായ ടീമാണ്. പക്ഷേ ഗോൾഡൻ ജനറേഷൻ ഇതുവരെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കെവിൻ ഡി ബ്രൂയിനെ പോലെയുള്ള താരങ്ങൾ ഇപ്പോഴും അവിടെ കളിക്കുന്നു. പിന്നെ തിബോട്ട് കോർട്ടുവ ഗോൾ വല കാക്കാനുണ്ടാവും. ജെർമി ഡോക്കുവിനെ പോലുള്ള പുത്തൻ ബ്ലഡും ഉണ്ടാകും. സോ ഇത്തവണ ബെൽജിയം പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. 12ാമത് ഉറുഗ്വായ്, ഫിഫ റാങ്കിങ്ങിൽ 17 ഇപ്പോൾ ലൂയിസ് സുവാരസും എഡിൻസൺ കവാനിയും ഒക്കെ പിൻവാങ്ങിയതിന് ശേഷമുള്ള അവരുടെ ആദ്യ വേൾഡ് കപ്പിന് എത്തലാണ്. എന്ത് മുന്നേറ്റം ഉണ്ടാവും, കാത്തിരുന്ന് കാണണം. ബിഎൽസിയുടെ ടീം തീർച്ചയായിട്ടും കരുത്തുറ്റ പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. മൊറോക്കോയാണ് 11ാമത്, ഫിഫ റാങ്കിങ്ങിൽ 8. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ കളിച്ചിട്ടുള്ള ടീമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അവരുടെ കോച്ചിനെ സമീപകാലത്താണ് അവർ പുറത്താക്കിയത്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് വരുത്തുമ്പോൾ ടീം എത്രത്തോളം മികവ് കാണിക്കുന്നുള്ളത് കണ്ടറിയണം. 10ാമത് ക്രൊയേഷ്യ, ഫിഫ റാങ്കിങ്ങിൽ 11ാമതാണ്. തീർച്ചയായിട്ടും മികച്ച ടീമുണ്ട്. ലൂക്ക മോഡ്രിച്ചിന് മനോഹരമായ രൂപത്തിലൊരു യാത്രയപ്പ് കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീലിനോട് തോറ്റത് നോക്കണ്ട, വേൾഡ് കപ്പിൽ അവർ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. 9ാമത് കൊളംബിയ, ഫിഫ റാങ്കിങ് 13. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 9ാമതാണ്. മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാർ, ഹാമേസ് റോഡ്രിഗസിൻ്റെ ഒക്കെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും. എങ്കിലും അവരുടെ സൂപ്പർ താരങ്ങളുണ്ട്. ലൂയിസ് ഡേസിനെ പോലെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ അണിനിരക്കുമ്പോൾ കൊളംബിയ മികച്ച പ്രകടനം നടത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. 8ാമത് ജർമ്മനി, ഫിഫ റാങ്കിങ്ങിൽ 10ാമതാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും നാണം കെട്ട് 1ാം റൗണ്ടിൽ തന്നെ പുറത്തായ ടീമാണ്. ഇത്തവണ പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. 7ാമത് പോർച്ചുഗൽ, ഫിഫ റാങ്കിങ്ങിൽ 5ാമതാണ് അവരുള്ളത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വജ്രായുധം. അതുപോലെ ജാവോ ഫെലിക്സും റൂബൻ ഡെവസും ബാക്കി സൂപ്പർ താരങ്ങളും ബ്രൂണോ ഫെർണാണ്ടസിനെ പോലുള്ളവർ മധ്യനിരയിലും വിറ്റീജയൊക്കെ ചേരുമ്പോൾ കരുത്തുറ്റ ടീമുണ്ട്. ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും അവരുടെ ആരാധകർ സ്വപ്നം കാണുന്നില്ല. 6ാമതാണ് ഇംഗ്ലണ്ട്, ഫിഫ റാങ്കിങ്ങിൽ 4ാമതാണ്. തോമസ് തുഷലിന്റെ ടീം കരുത്തുറ്റ ടീമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ജപ്പാൻ ഇപ്പോൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു വേക്കപ്പ് കോളായിട്ട് എടുത്ത് ടീം കൂടുതൽ മികവിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. 5ാമത് നെതർലൻഡ്സ് ആണ്, ഫിഫ റാങ്കിങ്ങിൽ 7ാമതാണ്. എല്ലാ തവണയും ഓറഞ്ച് വസന്തം വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അനവധി ആരാധകരുണ്ട്. ഇത്തവണയെങ്കിലും അത് സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ അവരിപ്പോഴും കാത്തിരിപ്പാണ്. 4ാമത് ബ്രസീൽ, ഫിഫ റാങ്കിങ്ങിൽ 6ാമതാണ് അവരുള്ളത്. തീർച്ചയായിട്ടും ബ്രസീലിന്റെ ഫേവററ്റുകളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോഴും എല്ലാവരും എണ്ണുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ബ്രസീലാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ കാർലോ അഞ്ചലോട്ടിയെ പോലുള്ള പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു കോച്ച് കൂടി ഇപ്പോൾ അവർക്കുണ്ട്. വിനി ജൂനിയറും റാഫീഞ്ഞയും ജാവോ പെഡ്രോയും എൻട്രിക്കും അങ്ങനെ സൂപ്പർ താരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ആ സൂപ്പർ താരങ്ങൾ മികവ് കാണിച്ചാൽ ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ പറ്റും ബ്രസീലിൽ നിന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് ആഞ്ചലോട്ടിയുടെ സാന്നിധ്യം അവർക്ക് ശക്തി പകരും. 3ാമത് ഫ്രാൻസ് ആണ്, ഫിഫ റാങ്കിൽ 1ാമത് നിൽക്കുന്ന ടീമാണ്. 1ാമതാണ് ഇപ്പോൾ അവര്. കിലിയൻ എംബാപ്പയുടെ മാസ്മരിക പ്രകടനം, ഒപ്പം ഒരു പിടി സൂപ്പർ താരങ്ങൾ, ഒലീസയെ പോലുള്ള, ദിസെ ഡൂവിനെ പോലുള്ള, ഒസ്മാൻ ഡംബലയെ പോലുള്ള സൂപ്പർ ഡ്യൂപ്പർ പ്ലെയേഴ്സിന്റെ ഒരു നിര തന്നെ അവർക്കുണ്ട്. മാത്രമല്ല ദിദിയ ദശാമ് ഈ വേൾഡ് കപ്പോടുകൂടി പടിയിറങ്ങുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ആശാന മികച്ച രൂപത്തിലുള്ളൊരു യാത്രയപ്പ് കൊടുക്കാനും കൂടി അവർ ആഗ്രഹിക്കുന്നു. ആ വൈകാരികത അവർ കളിക്കളത്തിലേക്ക് കൂടി കൊണ്ടുവന്നാൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പോരാട്ടം അവരുടെ കളികളിൽ നമ്മൾ പ്രതീക്ഷിക്കണം. 3ാമത് ഫ്രാൻസ് വരുമ്പോൾ വേൾഡ് കപ്പ് കിരീടത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള 2ാമത്തെ ടീമായിട്ട് അർജന്റീനയാണ് ദി അത്ലറ്റിക് അവതരിപ്പിക്കുന്നത്. ഫിഫ റാങ്കിങ്ങിൽ അവരിപ്പോൾ 3ാമതാണ്. എന്താ സംശയം, ഗോട്ട് ലിയോ മെസ്സി അല്ലേ അവരുടെ കരുത്ത്. പിന്നെ ലയണൽ സ്കലോനി വർഷങ്ങളായിട്ട് അവരെ പരിശീലിപ്പിക്കുന്നു. വെൽ സെറ്റായിട്ടുള്ള ടീമാണ്.
അവരിൽ നിന്ന് മികവ് പ്രതീക്ഷിക്കുന്നു. സ്റ്റിൽ അവർക്ക് ഈ വേൾഡ് കപ്പ് കിരീടം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന നിരവധി പേര് അവരുടെ ആരാധക കൂട്ടായ്മയിലുണ്ട്. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള, ഫിഫ റാങ്കിങ്ങിൽ രണ്ടാമത്, പക്ഷെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാമത് സ്പെയിൻ ഏറ്റവും അധികം വേൾഡ് കപ്പ് കിരീട സാധ്യത എല്ലാവരും കാണുന്നത് ഇപ്പോൾ സ്പെയിനിനാണ്. ഒരു പിടി യുവതാരങ്ങൾ, ലാമിനെ യമാലിനെ പോലെയുള്ള, പെഡ്രിയെ പോലെയുള്ള ഒരു പിടി യുവതാരങ്ങളുടെ സംഗമമാണ് ആ ടീം. അതുകൊണ്ട് ഇത്തവണ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഹോട്ട് ഫേവറിറ്റ്സ് ആയിട്ട് കാണുന്നത് സ്പെയിനിനെ തന്നെയാണ്. വളരെ പെട്ടെന്ന് ആദ്യത്തെ 5 സ്ഥാനക്കാരെന്ന് പറയാം. ഏറ്റവും അധികം കിരീട സാധ്യത സ്പെയിനിന്, 2 അർജന്റീന, 3 ഫ്രാൻസ്, 4 ബ്രസീൽ, 5 നെതർലൻഡ്സ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.